ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാട്സാപ്പിലൂടെ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 1000 ദിർഹം നഷ്ടപരിഹാരം നൽകാൻ അൽ ഐൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി വിധിച്ചു. സ്ത്രീയെ മാനസികമായി അപമാനിക്കുകയും ഇത് അവരെ വൈകാരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണമായെന്നും ചൂണ്ടിക്കാട്ടിയാണ് അൽ ഐൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി നടപടി. പ്രതി തന്നെ അപമാനിക്കുന്ന രീതിയിൽ സന്ദേശങ്ങൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയിൽ പുതിയ റെക്കോർഡിടുമ്പോൾ പ്രവാസികൾ നേട്ടമുണ്ടാക്കുന്നു. ഒരു മാസത്തിനിടെ 12 പൈസയുടെ നേട്ടമാണ് UAE പ്രവാസികൾക്ക് ലഭിച്ചത്. ഇതര ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും നേട്ടമുണ്ടായി. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഗൾഫ് കറൻസികളുടെ വിനിമയത്തിലും പ്രതിഫലിച്ചത്. ഇന്നലെ വൈകിട്ട് ഒരു ദിർഹത്തിന് 23.12 രൂപയാണ് ഓൺലൈൻ നിരക്ക്. വിനിമയ നിരക്ക് ഇത്രയും ഉയരുന്നത് ആദ്യമായാണ്. അതേസമയം വിവിധ കമ്പനികളുടെ മൊബൈൽ ആപ്പുകളായ ബോട്ടിമും ഇത്തിസലാത്തിന്റെ E&Money ആപ്പും ഇതേ നിരക്ക് നൽകിയപ്പോൾ ധനവിനിമയ സ്ഥാപനങ്ങൾ 9 പൈസ കുറച്ച് ദിർഹത്തിന് 23.3 പൈസയാണ് നൽകിയത്. ഈ വ്യത്യാസം മൂലം പരമ്പരാഗത മാതൃകയിൽ പണം അയക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. സൗദി റിയാൽ 22.6 രൂപ, ഖത്തർ റിയാൽ 23.29 രൂപ, ഒമാൻ റിയാൽ 220.56 രൂപ, ബഹ്റൈൻ ദിനാർ 225.19 രൂപ, കുവൈറ്റ് ദിനാർ 276.04 രൂപ എന്നിങ്ങനെയാണ് ഇതര GCCകളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക്. ഇതിൽ 10 മുതൽ 25 പൈസ വരെ കുറച്ചാണ് പല ധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത്. ദുബായ് ഉൾപ്പെടെ UAE ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ നേരിയ മഴ പെയ്തു. ദുബൈയിലെ അൽ റാഷിദിയ, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അൽ മംസാർ മേഖലകളിൽ മഴ രേഖപ്പെടുത്തിയതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് UAE കാലാവസ്ഥ ഭൂരിഭാഗവും സൂര്യശോഭയോടെ ഭാഗികമായി മേഘാവൃതമാകും. ചില വടക്കൻ കിഴക്കൻ മേഖലകളിൽ താഴ്ന്ന മേഘങ്ങളടങ്ങിയ മേഘാവൃത കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് പ്രവചനം. താപനില ഇന്നും 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കാം എന്നതിനോടൊപ്പം കാറ്റിന്റെ വേഗത 40 കിലോമീറ്ററിൽ വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച രാവിലെ വരെയുള്ള മർദ്ദമായ അന്തരീക്ഷം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. സമുദ്ര പ്രദേശങ്ങൾ അറേബ്യൻ ഗൾഫ് കരയ്ക്കടുത്ത് കടുത്ത തിരമാലകൾക്കും ഒമാൻ കടലിൽ നേരിയ മുതൽ മിതമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. ജബൽ ജയ്സിൽ ചൊവ്വാഴ്ച രാവിലെ 4.3 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പായി. UAE ഇതിനോടകം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനി, ഞായർ ദിവസങ്ങളിൽ കുവൈറ്റിലെത്തുന്നു. ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന മോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബർ ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തും. ശനിയാഴ്ച എത്തുന്ന പ്രധാനമന്ത്രി അന്ന് തന്നെ സബാ അൽ സാലമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സാലം അൽ സബാഹ് ഇൻഡോർ സ്പോർട്സ് ഹാളിൽ വെച്ച് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നാൽ കുവൈറ്റിലെ എംബസിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. പൊതുസമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഗൂഗിൾ ഫോം നൽകിയിരുന്നു. കമ്മ്യൂണിറ്റി ഇവന്റ് രജിസ്ട്രേഷൻ ഫോമിൽ പേര്, സിവിൽ ID, പാസ്പോർട്ട്, ഫോൺ നമ്പറുകൾ സഹിതം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസോസിയേഷൻ ഭാരവാഹികളെ ബന്ധപ്പെട്ട് അവരുടെ അംഗങ്ങളുടെ ലിസ്റ്റും പൊതുപരിപാടിയിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. 5000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഷെയ്ഖ് സായിദ് അൽ അബ്ദുള്ള അൽ സാലം അൽ സബാഹ് ഇൻഡോർ സ്പോർട്സ് ഹാൾ. 6th റിംഗ് റോഡിന്റെ തുടക്കത്തിലാണ് ഇൻഡോർ സ്പോർട്സ് ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ലേബർ ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നറിയുന്നുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ഒട്ടനവധി തടവുകാർക്ക് മാപ്പ് നൽകിയതായി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി. അതേസമയം എത്ര തടവുകാർക്കാണ് മാപ്പിന്റെ ആനുകൂല്യം ലഭിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ വർഷവും രാജ്യത്തിന്റെ ദേശീയ ദിനത്തിലും റമസാനിലും നിശ്ചിത എണ്ണം തടവുകാർക്ക് അമീർ മാപ്പ് നൽകാറുണ്ട്. ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് അമീർ മാപ്പ് നൽകുന്നത്. UAE താമസിക്കുന്ന സമയത്ത് വിനോദസഞ്ചാരികൾ നടത്തുന്ന കൊമേഴ്സ് റീറ്റെയിൽ പർച്ചേസുകൾക്കായി പുതിയ VAT റീഫണ്ട് സംവിധാനം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ച് UAE ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യ പദ്ധതിയാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ടൂറിസ്റ്റുകൾ ഓൺലൈൻ വഴി വാങ്ങുന്ന സാധനങ്ങൾക്ക് മൂല്യവർദ്ധിത നികുതി തിരികെ നൽകുന്നതാണ് പുതിയ സംവിധാനം.
UAEയിൽ സന്ദർശക വിസകളിൽ എത്തുന്ന സന്ദർശകർക്ക് അവരുടെ മടക്കയാത്രയിൽ വിമാനത്താവളങ്ങളിൽ നിന്നും വാറ്റ് നികുതി തിരികെ നൽകും. ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഇ-കൊമേഴ്സ് സൈറ്റുകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും വിനോദസഞ്ചാരികൾക്ക് വാറ്റ് റീഫണ്ടിനു വേണ്ടിയുള്ള അപേക്ഷ നൽകാം. ഇതിനായി യാത്രാരേഖകളും വ്യക്തിവിവരങ്ങളും നൽകണം. ഓൺലൈൻ പർച്ചേസിന്റെ സമയത്ത് സന്ദർശക വിസയിലാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഇവ നൽകുന്നത്. യോഗ്യത തെളിയിക്കപ്പെട്ടാൽ രാജ്യം വിടുമ്പോൾ ഈടാക്കിയ വാറ്റ് നികുതി തിരികെ നൽകും. വാറ്റ് റീഫണ്ട് നൽകുന്ന ഏജൻസിയായ പ്ലാനറ്റ് വഴിയാണ് ഓൺലൈൻ പർച്ചേസിന്റെ നികുതിയും തിരികെ ലഭിക്കുക. ടൂറിസ്റ്റുകൾക്കായി 2 വർഷം മുമ്പ് അതോറിറ്റി ഒരു പൂർണ്ണ ഡിജിറ്റൽ വാറ്റ് റീഫണ്ട് സംവിധാനം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓൺലൈൻ പർച്ചേസിലും വാറ്റ് റീഫണ്ട് സംവിധാനം നടപ്പിലാക്കുന്നത്. ഈ സംവിധാനം പൂർണ്ണമായും കടലാസ് രഹിതവും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതുമാണെന്നും അധികൃതർ വ്യക്തമാക്കി. വിനോദസഞ്ചാരികൾക്ക് അവരുടെ പാസ്പോർട്ടുകൾ എളുപ്പത്തിൽ സ്കാൻ ചെയ്യാനും വാങ്ങൽ ഇടപാടുകൾ പൂർത്തിയാക്കാനും ഡിജിറ്റൽ ഇൻവോയ്സുകളുടെ രൂപത്തിൽ അവ സ്വയമേ പങ്കിടാനും അനുവദിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. UAEയിൽ താമസിക്കുമ്പോൾ ഇ-കൊമേഴ്സ് വാങ്ങലുകളിൽ നിന്നും വാറ്റ് ഈടാക്കാൻ വിനോദസഞ്ചാരികളെ പ്രാപ്തരാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സംവിധാനം അവതരിപ്പിക്കാനായതിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് അഭിമാനമുണ്ടെന്ന് FTA ഡയറക്ടർ ജനറൽ പറഞ്ഞു. അതോറിറ്റിയുടെ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന നൂതന സേവനങ്ങൾ നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ജാനുവരി 1 മുതൽ വൈകുന്നേരം 5:30 മുതൽ രാത്രി 8 വരെയുള്ള തിരക്കുള്ള സമയങ്ങളിൽ എമിറേറ്റ്സ് റോഡിലൂടെ ട്രക്കുകൾ നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2025 ജാനുവരി 1 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. എമിറേറ്റ്സ് റോഡിൽ അൽ അവീർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിലുള്ള ഭാഗത്തിനെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടപടി. കണ്ണൂരിൽ ചികിത്സയിലുള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്നും എത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ദുബൈയിൽ നിന്നും എത്തിയ മറ്റൊരാൾക്കും സമാന രോഗലക്ഷണങ്ങളുണ്ട്. ഇയാളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. നിലവിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത രാജ്യത്തെ എല്ലാ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് UAE നിർബന്ധമാക്കുന്നു. ജാനുവരി 1 പദ്ധതി നിലവിൽ വരും. അബുദാബിയിലും ദുബൈയിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് എമിറേറ്റുകൾക്ക് ബാധകമായിരുന്നില്ല. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തോടെ ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളിലെയും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരൽ നിർബന്ധമായി. ആരോഗ്യ ഇൻഷുറൻസിനായി രാജ്യവ്യാപകമായി ഒരു മാനദണ്ഡം സ്ഥാപിക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. നേരത്തെ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന കാര്യം മുമ്പ് ഓരോ എമിറേറ്റിന്റെയും വിവേചനാധികാരത്തിന് വിട്ടിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ എല്ലാ ജീവനക്കാർക്കും ഇത് നിർബന്ധമായി തീർന്നു. സ്വകാര്യ മേഖലയിലെ രജിസ്റ്റർ ചെയ്ത ജീവനക്കാർക്കും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത വീട്ടുജോലിക്കാർക്കും അത് നടപ്പിലാക്കണമെന്ന കഴിഞ്ഞ മാർച്ചിലെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി.